ലീഗ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണല്ലോ. അത് അവർ തീരുമാനിക്കുന്ന ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകളാണ് അതിനകത്ത് നടപ്പിലാക്കുക. സമസ്തയല്ല, ഞങ്ങൾ തീരുമാനിക്കും എല്ലാം സംസ്ഥയിൽ നിലപാട്. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എടുത്ത ആ സമീപനത്തിനെതിരായി EK വിഭാഗത്തിനകത്ത് ബഹുമാന്യരായ പണ്ഡിത നേതൃത്വത്തിന് അത്തരം സമീപനങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് EKയുടെ എന്താ പറയുക, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന സന്ദേശവും ബഹുമാന്യനായ ജഫ്രി മുത്തുക്കോയ തങ്ങൾ പല സന്ദർഭങ്ങളിലും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. EK വിഭാഗം മാത്രമല്ല, പ്രത്യേകിച്ച് മറ്റ് മുസ്ലിം മത സംഘടനകളൊക്കെ ഇടതുപക്ഷം വരണം എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. മുസ്ലിം മത വിഭാഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഗ് അധ്യക്ഷൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള അധികാരവും ആർക്കില്ല. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തി അണികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു മുന്നണിക്കകത്താണ് ആര് നിൽക്കുന്നത്? ലീഗ് നിൽക്കുന്നത്. ഇന്ന് നേരം വെളുത്ത ആൾ കോൺഗ്രസ് ആണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്കും അത് BJP ആയി മാറുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുടനീളം കാണുന്നത്. ഇനി അധികം നാളില്ല പൊന്നാനിക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. പൊന്നാനിയിലെ വിജയസാധ്യത ആർക്കാണ്? പൊന്നാനി വിജയസാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അത് പല രീതിയിലുള്ള കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉയർന്നു വരുന്നുണ്ട്. അത് പൊന്നാനിയിലുള്ള ഒരു മതേതര മനസ്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും. മറ്റൊന്ന്, കേന്ദ്രത്തിൽ RSS നേതൃത്വം കൊടുക്കുന്ന മോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നു വരുന്ന പൊതുവായ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. രാജ്യത്തെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, പൗരത്വ ഭേദഗതി പ്രശ്നങ്ങൾ, മുത്തലാഖ് ബില്ല് പോലെയുള്ള പ്രശ്നങ്ങൾ, കാശ്മീർ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളായി ഉയർന്നു വരും. ഇത്തരം പ്രശ്നങ്ങളോട് UDF പ്രത്യേകിച്ച് ലീഗ് എടുക്കുന്ന സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെയേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കുടനീളം പൊന്നാനിയിൽ നടന്നു കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. കാരണം ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളെ കേരളത്തിലെ പൊതുസമൂഹം വളരെ വലിയ തോതിലുള്ള പിന്തുണയും അംഗീകാരവും നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ 7-7.5 വർഷക്കാലമായി നിൽക്കുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്, പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, കേരളത്തിനെ സാമ്പത്തികമായി എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന പല സമീപനങ്ങൾ സ്വീകരിച്ചപ്പോഴുമൊക്കെ അത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട വികസനവും ക്ഷേമപ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നിഷേധിക്കപ്പെടുന്നൊരു ഘട്ടം വന്നപ്പോൾ പോലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സാധാരണ ജനങ്ങളോടൊപ്പമാണ് ഈ മുന്നണിയും ഈ ഗവൺമെൻറ്റും എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ പറയുകയല്ല, അത് പ്രാവർത്തികമാക്കി കൊടുത്ത ഒരു ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പൊതുവായി ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആഞ്ഞു വീശും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചടി നേരിട്ടാൽ ലീഗിനത് ബാധിക്കില്ലേ? കേരളത്തിലെ UDF എന്ന് പറയുന്നൊരു സംവിധാനമില്ല. കേരളത്തിലെ UDF എന്ന് പറയുന്നത് RSSും BJPയും ഒക്കെ ഒരു സാമ്പാർ സംവിധാനമാണ്, കൊലീബിയാണ് കേരളത്തിൽ. കേന്ദ്രത്തിൽ RSSും BJPയും എടുക്കുന്ന നിലപാടുകളോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും ലീഗാണെങ്കിലും. കോൺഗ്രസ്സിനോടുള്ള വിശ്വാസം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കാരണം ഇന്ന് നേരം വെളുത്ത ആൾ കോൺഗ്രസ് ആണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്കും അത് BJP ആയി മാറുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുടനീളം കാണുന്നത്. കേന്ദ്രത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന പല സമീപനങ്ങളോടും കേരളത്തിലെ കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും അതിനെതിരെ ഒരു എന്താ പറയുക, ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് RSS ഗവൺമെൻറ്റിനെ, BJP ഗവൺമെൻറ്റിനെ
EDA പോലെയുള്ള സംവിധാനങ്ങളെ പേടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അത് RSS പറയുന്നത്, BJP പറയുന്ന അതേ നിലപാട് തന്നെയാണ് ആർക്ക് കേരളത്തിൽ ലീഗിനും കോൺഗ്രസിനും. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് കാലങ്ങളായി ഇവർ സ്വീകരിച്ചു പോരുന്ന ഒരു സമീപനമുണ്ട്. അത് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. എന്ത് അഹങ്കാരവും ധിക്കാരവും കാണിച്ചാൽ ഈ ജനങ്ങളെല്ലാം വോട്ട് ചെയ്യും. അതിന് ചില മതപരമായ പരിവേശങ്ങളും സാധാരണ ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താറുണ്ട്. അതൊരു വേറെ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് വലിയ അസ്വസ്ഥതകളും കലാപങ്ങളും ലീഗിനകത്തുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിലെ നല്ലൊരു വിഭാഗം ആളുകൾ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും. മറ്റൊരു കാരണം, പുതിയൊരു പുതുമൊന്നുമില്ല ഇവരുടെ. ഈ നിലവിലുണ്ടായിരുന്ന ആളെ അങ്ങോട്ട് മാറ്റി മലപ്പുറത്തേക്ക് മാറ്റുന്നു, അവിടെയുള്ള ആളെ ഇങ്ങോട്ട് മാറ്റുന്നത്. ഈ 2 പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തും നിങ്ങൾ വോട്ടർമാരുമായി നിങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇവരെ 2 പേരെയും കുറിച്ച് കൃത്യമായ ഒരു വിവരണം സാധാരണ വോട്ടർമാരിൽ നിന്ന് കിട്ടും. ഇതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ ലീഗ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ലീഗ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണല്ലോ. അത് അവർ തീരുമാനിക്കുന്ന ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകളാണ് അതിനകത്ത് നടപ്പിലാക്കുക. അതിന് ലീഗിനകത്ത് ഇപ്പോൾ വിമത ശബ്ദങ്ങൾ ഉയർത്തി വരുന്ന ആളുകളെയെല്ലാം ലീഗ് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ KT ജലീൽ ലീഗിൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും നല്ലൊരു മുഖമായിരുന്നു. KT ജലീൽ ലീഗിൽ നിന്ന് വിടാൻ ഉണ്ടായ ഒരു പ്രശ്നം ലീഗെടുത്ത ചില സമീപനങ്ങൾ. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെടുത്തി ലീഗ് കേരളത്തിലുടനീളം ഒരു ഫണ്ട് കോൾ ചെയ്തു. ആ ഫണ്ട് പിരിച്ചതിൻ്റെ കണക്ക്, പ്രത്യേകിച്ച് ഈ അനാഥരായ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്ത് ഫണ്ട് മുസ്ലിം ലീഗ് കോൾ ചെയ്തത്. അന്ന് പള്ളികളിലും KMCC പോലെയുള്ള ലീഗിൻ്റെ മറ്റ് വിദേശ സംഘടനകളിൽ നിന്നൊക്കെ ധാരാളം ഫണ്ട് ശേഖരിച്ച് ആ ഫണ്ട് എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു സംഭവമായി കേരളം ചർച്ച ചെയ്യപ്പെട്ടു. ആ സന്ദർഭങ്ങളിൽ ആ ഫണ്ട് എവിടെ എന്ന് ജലീൽ ചോദിച്ചപ്പോഴാണ് ജലീലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ലീഗ്, അപ്പോൾ ലീഗിൻ്റെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു സംഘത്തെയാണ്, അല്ലാതെ ചെറുപ്പക്കാർക്കോ പുതുമുഖങ്ങൾക്കോ ഒരു രീതിയിലുള്ള പരിഗണനയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഈ സമീപകാലത്ത് ലീഗ് സമസ്ത തർക്കങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് ബാധിക്കുക, സമസ്ത ലീഗ് തർക്കത്തെ? അല്ല, അതിൽ ഈ ലീഗിൻ്റെ ഒരു മനോഭാവം എന്താ വെച്ചാൽ, സമസ്ത EK വിഭാഗം മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലും ലീഗിന് വിധേയമായി നിൽക്കണം എന്നുള്ള ഒരു സമീപനമാണ്. പക്ഷെ സമീപകാലത്ത് EK വിഭാഗം സമസ്ത എടുത്ത ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ഒരു സമീപനത്തിനോടൊപ്പം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു വിപുലമായൊരു ക്യാമ്പയിൻ കേരളത്തിൽ വന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ CPM ഇടതുപക്ഷവും എടുത്ത നിലപാടാണ് ഇതിനെതിരായിട്ടുള്ള കൃത്യമായ നിലപാട് എന്ന് മനസ്സിലാക്കി EK വിഭാഗത്തിൽപ്പെട്ട വളരെ ബഹുമാന്യനായ ആദരണീയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള സമസ്തയുടെ പരമോന്നത മതപണ്ഡിതന്മാർ ഒന്നടങ്കം ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം വേദി പങ്കിടുവാനും ഇടതുപക്ഷമാണ് ശരി എന്നുള്ള നിലപാട് സ്വീകരിക്കുവാനും അവർ തയ്യാറ്. അതുകൊണ്ട് അവർ ഇടതുപക്ഷമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ശരിയായ രീതിയിലെടുക്കുന്ന അന്ന് മുതലേ ലീഗും ഇവരും ഈ സമസ്തയും തമ്മിൽ ചില അസ്വസ്ഥതകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇപ്പോൾ പാണക്കാട്ടെ തങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു ഖാളി സംഘമൊക്കെ നടത്തി അതിനൊരു ബദൽ സംവിധാനം സമസ്തയല്ല ഞങ്ങൾ തീരുമാനിക്കും എല്ലാം സമസ്തയിൽ നിലപാട്. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എടുത്ത ആ സമീപനത്തിനെതിരായി EK വിഭാഗത്തിനകത്ത് ബഹുമാന്യരായ പണ്ഡിത നേതൃത്വത്തിന് അത്തരം സമീപനങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് EKയുടെ എന്താ പറയുക, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന സന്ദേശവും ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പല സന്ദർഭങ്ങളിലും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വരാനിരിക്കുന്ന ചിത്രമാണ്. അതെല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ KS ഹംസയെ പോലെയുള്ള ആളുകൾക്കത്
കുറേയും കൂടി അനുകൂലമായി ഈ കെ വിഭാഗം മാത്രമല്ല എല്ലാ പ്രത്യേകിച്ച് മറ്റ് മുസ്ലിം മത സംഘടനകളൊക്കെ ഇടതുപക്ഷം വരണം എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ലീഗ് അധ്യക്ഷന് ഇപ്പോൾ പഴയ പോലെ മതസംഘടനകളിൽ വലിയ സ്വാധീനമില്ലേ? അല്ല, ലീഗ് അധ്യക്ഷൻ അങ്ങനെ മതസംഘടനകളിൽ ഇടപെടേണ്ട ഒരാളൊന്നല്ല. കാരണം എല്ലാ മതവിശ്വാസികളെയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ എല്ലാം അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് ലീഗ് അധ്യക്ഷനൊന്നുമല്ല. ലീഗ് അധ്യക്ഷൻ ഏതെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം മത വിഭാഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഗ് അധ്യക്ഷനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള അധികാരവും ആർക്കില്ല, അത്തരം ആളുകൾക്കില്ല. അത് രാഷ്ട്രീയം വേറെ, മതപരമായ കാര്യങ്ങൾ വേറെ എന്ന നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിൽ പറയാനുള്ളത്. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ലീഗും കോൺഗ്രസുമാണ് ശക്തമായി പ്രതികരിച്ചെന്നാണ് നമ്മുടെ ലീഗ് നേതൃത്വം പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനുള്ള മറുപടി? പൗരത്വ വിഷയം അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുന്ന വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വരുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 20 എം പിമാരിൽ ഒരേ ഒരു എം പിയുമാണ് ഇതിനെതിരായി ഒരു തുറന്ന സമീപനം സ്വീകരിച്ചത്. 20-ൽ 19 പേരും പ്രധാനപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് വരുന്ന സമയത്ത് ശബ്ദിക്കുക പോലുമില്ലാതെ ആ ഭാഗത്ത് പോലും കയറി ചെല്ലാതെ അതിനെതിരെ പ്രതിഷേധവും വോട്ടും ഇതിനെതിരായി രേഖപ്പെടുത്തിയത് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച CPIM-ൻ്റെ ഏക MP സഖാവ് എ ആരിഫാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി CPIM-ഉം ഇടതുപക്ഷവും എടുത്ത പാർലമെൻറ്റിനകത്തും പുറത്തും എടുത്ത സന്ദർഭങ്ങളിലും എടുത്ത സമീപനവും എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ആ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള മറ്റുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരും. അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ജനകീയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ലീഗിൻ്റെ പതാക ഒഴിവാക്കിയിരുന്നു. അതിനെക്കുറിച്ചുള്ള എന്താ അഭിപ്രായം? വയനാട്ടിൽ ലീഗിന് പച്ചക്കൊടി കാണിക്കുവാനോ പ്രകടിപ്പിക്കാനുള്ള അവസരം കോൺഗ്രസ് കൊടുത്തില്ല. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തി അണികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു മുന്നണിക്കകത്താണ് ആര് നിൽക്കുന്നത്? ലീഗ് നിൽക്കുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക, വളരെ പ്രയാസപ്പെട്ട് അവരെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പരിതാപകരമായ സ്ഥിതിക്ക് സ്വന്തം പതാക പോലും മാഞ്ഞു വീശാൻ കഴിയാത്ത രീതിയിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ലീഗ് പോയി. ആ കോൺഗ്രസിൻ്റെ കൂടെയാണ് ആര് നിൽക്കുന്നത്? ലീഗ് നിൽക്കുന്നത്. ഒരു കൊടി പിടിച്ചാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതര സ്വഭാവം അതിൻ്റെ പൈതൃകം നഷ്ടപ്പെടും എന്ന ഒരു വിശ്വാസമുള്ള ആ മുന്നണിയിൽ ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെയാണ് ലീഗ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു കൊടി പിടിച്ചാൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയും മതേതരത്വവും കളങ്കപ്പെടില്ല. അത് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ശേഷി എവിടെയില്ല, കോൺഗ്രസ്സിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് പാവം മുസ്ലിം ലീഗിൻ്റെ അണികളോട് നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മാറി നിന്നോ, കൊടി വന്നവരോടൊക്കെ പാൻറ്റിൻ്റെ പോക്കറ്റിലും മടിയിലും വെച്ച് തിരിച്ചു പോയിക്കോ എന്നുള്ളൊരനുഭവമുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ഒരു എന്താ പറയുക, എന്ത് അട്ടും തുപ്പും കേട്ടാൽ പോലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അധികാരമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതൊക്കെ പൊതുവേ അതെല്ലാം ജനങ്ങൾ നല്ല പൊതുപോലെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ? ഇനി സുരക്ഷിതരാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ്? കേരളത്തിലൊരു സംശയവുമില്ല, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശേഷ CPIM-ന് വലിയ വേരോട്ടുള്ള മണ്ണാണ് ഈ കേരളം. കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ത്യാഗവും ജീവനും നൽകപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് CPM-നകത്ത് CPM-നെ ചേർത്ത് നിർത്താനുള്ളത്. അവരുടെ ഒരു അവസ്ഥ, അവരെ സംരക്ഷിക്കുവാൻ ഒരു ആപത്ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിന്, അതേപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ പിന്നോക്ക വിഭാഗക്കാരും, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന ഏക പ്രസ്ഥാനം CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ
അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അത് കൃത്യമായി നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ പള്ളിയിലും മറ്റ് മദ്രസകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന മദ്രസാധ്യാപകരുണ്ട്. മുസ്ലിം ലീഗ് ദീർഘകാലമായി ഭരണം നടത്താൻ കിട്ടിയ സന്ദർഭങ്ങളിൽ പോലും അത്തരം വിഭാഗങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല. ലീഗിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ആ വിഭാഗത്തിനാവശ്യമായ ക്ഷേമനിധി, മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അവരും പള്ളിയിലും മദ്രസയിലെയും പഠിപ്പിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ ജീവിത പ്രശ്നങ്ങളെ കാണുവാനും പരിഹരിക്കുവാനാവശ്യമായ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളിലും ആ വിഭാഗങ്ങളിലേക്കും കൊടുക്കണമെന്ന്, ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കുവാനും അത് മറ്റ് രീതിയേക്കാളും കൂടുതൽ അവരുടെ ജീവിതോപാധികളെ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കിയത് ഈ ഗവൺമെൻറ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വരുന്ന കടന്നാക്രമണങ്ങളിൽ പല സന്ദർഭങ്ങളിലും RSS മുസ്ലിം ജനസാമാന്യത്തിന് നേരെ, മറ്റേ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയൊക്കെ കടന്നാക്രമണം വരുന്ന സമയത്തൊക്കെ അവിടെ ശാരീരികമായി പോലും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ പോലെ RSS ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയൊരു കൺവെൻഷൻ നടത്തുന്ന സന്ദർഭത്തിൽ അതൊന്നും മറന്നിട്ടില്ല കേരളം. ഞങ്ങളത് അലങ്കോലപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെല്ലാ രീതിയിലും സംരക്ഷണം കൊടുത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതുപോലെ തന്നെ മുസ്ലിം ജനസാമാന്യത്തിന് പോലും അവരുടെ അവകാശങ്ങളും മതപരമായ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെ പുറമേൽപ്പിക്കാത്ത രീതിയിൽ സംരക്ഷിക്കാൻ കഴിയാവുന്ന പ്രസ്ഥാനം CPIM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ലോണമുണ്ട്. അതെല്ലാമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.